ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടറെ പ്രതിയാക്കിയ കൈക്കൂലി കേസിൽ ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയിലും സംസ്ഥാന വിജിലൻസിന് തിരിച്ചടി. ഇതുവരെ ലഭിച്ച സൈബർ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളിലും ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് തെളിവില്ല. ഏതാനും ഡിജിറ്റൽ ഡിവൈസുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് ഇന്നലെയും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ഉന്നത ഉദ്യോഗസ്ഥനെ തെളിവില്ലാതെ പ്രതിയാക്കിയതിൽ വിജിലൻസ് തന്നെ പ്രതിക്കൂട്ടിലാവുകയുമാണ്. അറസ്റ്റിലായ ഏജന്റുമാരുടെ മൊഴി മാത്രം വിശ്വസിച്ച് തുടക്കത്തിൽ തന്നെ കേസിനെ ഇഡിക്കെതിരായ തുറുപ്പുചീട്ടാക്കാൻ ശ്രമിച്ച വിജിലൻസിന് അന്വേഷണം ആരംഭിച്ച് ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ അടിതെറ്റിയിരുന്നു. കേസ് ഒതുക്കാൻ പരാതിക്കാരനോട് കൈക്കൂലി ചോദിക്കണമെന്ന് ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ നേരിട്ടോ ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയോ സന്ദേശങ്ങളിലൂടെയോ സംഭാഷണങ്ങളിലൂടെയോ അറസ്റ്റിലായ പ്രതികളോട് നിർദ്ദേശിച്ചതിന് തെളിവുകളില്ല. അറസ്റ്റിലായ വിൽസൺ വർഗീസ്, രഞ്ജിത്ത് വാര്യർ, മുകേഷ് എന്നിവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴും കൃത്യമായ മൊഴികൾ ലഭിച്ചിരുന്നില്ല. മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കാതെയും തെളിവ് ശേഖരണത്തിലേക്ക് കടക്കാതെയുമായിരുന്നു ശേഖർ കുമാറിനെ കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയാക്കിയത്. അന്വേഷണ ഏജൻസികൾക്ക് ഒരിക്കലും തെളിവുകൾ കണ്ടെത്താനാകാത്ത വിധം ചില ആപ്പുകൾ ഉപയോഗിച്ചായിരുന്നു ആശയവിനിമയമെന്നാണ് വിജിലൻസ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇ.ഡി. ഉദ്യോഗസ്ഥന് നൽകാനെന്ന പേരിൽ പരാതിക്കാരനായ അനീഷ് ബാബുവിനോട് 2 കോടി രൂപ ആവശ്യപ്പെടുകയും ഇതിൽ 2 ലക്ഷം രൂപ വാങ്ങുകയും ചെയ്യുമ്പോഴായിരുന്നു ഏജന്റ് വിൽസൺ പിടിയിലായത്. തനിക്കെതിരായ കള്ളപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പരാതിക്കാരന്റെ നീക്കങ്ങളാണിതെന്നാണ് ഇ.ഡി. ആരോപിച്ചിരുന്നത്. ഇതുവരെ കണ്ടെത്തിയ ഡിജിറ്റൽ ഡിവൈസുകളിലും തെളിവുകളില്ലാതായതോടെ ശേഖർ കുമാറിനെതിരെ കേസെടുത്തതിന് വിജിലൻസ് കോടതിയിൽ മറുപടി നൽകേണ്ടി വരും. ജനം, കൊച്ചി.